ഹായ്, നമ്മളപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു ഫുൾ വീഡിയോ ചെയ്യാൻ പോവാ. സോ ഈ ഒരു ഫുൾ വീഡിയോയിൽ ഞാനിന്നിപ്പം ഒരു ട്രിപ്പ് വന്നേക്കാണ്, ഗേൾസ് ഡേ ഔട്ട്. സോ അപ്പം നമ്മൾ ഇന്ന് 4 പേരാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അവരെ ഇന്ന് കാണിച്ചു തരാം. ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ആഫ്റ്റർ സോ ലോങ് ആൻഡ് ആഫ്റ്റർ മൈ മെറ്റേണിറ്റി I just came for one day trip. So let me show you. How is feeling? Good, excited. Let's see what's there to explore more. Okay. This is Shiny. What you're feeling? This is Just now we started, no? Yeah. Give us some time, we'll let you know. okay. What about Shweta ji? Let's have fun. Okay. Are you excited? Yeah. Okay. Bye. Dishu, let's start. Yes. സോ ഈ റിസോർട്ടിൻ്റെ പേരാണ് ഐസ് റിസോർട്ട്. ഒരു നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം എൻ്റെ പ്ലേസിൽ നിന്ന് ഇന്ദിരാനഗറിൽ നിന്ന് ഇത് ഓൾമോസ്റ്റ് 2.5 hours ഉണ്ട്. അഡ്വഞ്ചർ ഏരിയയിലോട്ട് പോവുക. ഇവിടെ ഇപ്പം സിപ്പ് ലൈൻ ആൻഡ് സ്കൈ സൈക്ലിംഗ് ഉണ്ട്. അപ്പം നമ്മൾ അത് കണ്ടിട്ട് പെട്ടെന്ന് വരാം. നമ്മളപ്പം സിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ സ്കൈ സൈക്ലിംഗ് ഞാൻ ചെയ്തില്ല, ഐ എം സ്കേർഡ്. ബട്ട് ഇവരെല്ലാം ചെയ്തു. സോ നമുക്ക് ഇവരുടെ സിപ്പ് ലൈൻ കാണാം. ആക്ച്വലി പീപ്പിൾ ആർ നോട്ട് സ്കേർഡ്. What is that? Sky cycling. So okay only, but I didn't get scared like you. In the middle only I got stuck somewhere. Okay, I'm so scared. നമ്മൾ അതിനുശേഷം പോയത് ആക്ടിവിറ്റീസ് ഏരിയയിലോട്ടാണ് കേട്ടോ. വേറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നൊരു വാട്ടർ ആക്ടിവിറ്റി ആയിരുന്നു. പിന്നെ ഈ ബുള്ളിൻ്റെ ഇതിലുള്ളത്, അയ്യോ നമുക്ക് തല കറങ്ങും, നമ്മളിങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കും, പിന്നെ നമ്മളതിൽ നിന്ന് വീഴും. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് വിശന്നിരിക്കുകയാണെങ്കിൽ അതിൽ കയറരുത്, തല കറങ്ങി താഴെ വീഴും. താഴെ വീണ് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല, പക്ഷെ ഭയങ്കര എന്താ പറയുക, ചിരിച്ച് ചാവും നമ്മൾ. പിന്നെ നമ്മളുടെ ഒരു മാത്രമാണ്, ഞാനും ശനി മാത്രമാണ് ഇതിൽ കയറിയത്. ഇതിലെന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ലായിരുന്നു. ഇത് നമ്മളിങ്ങനെ അതിലിങ്ങനെ നടക്കുക, പുഷ് ചെയ്യുക, അപ്പോൾ എന്നിട്ട് മറ്റേ ആളെ തള്ളിയിടുക. ഇതിൽ ഞാനാണ് ഭൂരിഭാഗവും വീണ്. ഫുള്ള് അടിപൊളി രസമായിരുന്നു. നമ്മളിങ്ങനെ ചിരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പുറത്ത് നിൽക്കുന്നവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അവളാണെങ്കിൽ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പക്ഷെ ബാക്കിൽ ഇങ്ങനെ എന്താ ഓടി, ഒരു സൈഡിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അവൾ അപ്പുറത്തെ സൈഡിൽ വെയിറ്റ് ചെയ്യും. അപ്പം ഞങ്ങളിങ്ങനെ വീണിട്ട് രണ്ടുപേരുടെ ചിരിക്കും. വെള്ളത്തിൽ വീഴാതെ നോക്കണം. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. നമ്മളൊരു ചൈൽഡ്ഹുഡിലേക്ക് പോയി എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ചെറുപ്പകാലത്തേക്കൊക്കെ പോയ പോലെ. ആക്ച്വലി ചെറുപ്പത്തിൽ ഇതൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പം ചെയ്യുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ ഒരു ട്രിപ്പോടുകൂടി മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് നമുക്കൊരു റീചാർജ് വേണം. നമുക്ക് ഓഫീസിൽ നിന്ന് റീചാർജ് ഹോളിഡേ എന്നും പറഞ്ഞ് തന്നതാണിത്, ഈ ഒരു ഹോളിഡേ. നമ്മളത് മാക്സിമം റീചാർജ് ചെയ്തു എന്ന് തന്നെ പറയാം. ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും അത്രയും ഹാപ്പി ആയിട്ടാണ് ഇതിനൊരു വോയിസ് ഓവർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, ഇതിൽ നമ്മുടെ ഡൗൺ ഉള്ളപ്പോൾ നമ്മൾ ജമ്പ് ചെയ്യുക, മേളിൽ കൂടെ വരുന്നതിന് നമ്മൾ താഴെ കൂടെ പോവുക. അങ്ങനെയാണ്. ഭയങ്കര സ്റ്റാമിന വേണ്ട ഒരു സാധനമാണ്. ജമ്പ് ചെയ്യലൊന്നും എൻ്റെ അമ്മയെ എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഒന്നാമത്തെ ഈ ഒരു ആഫ്റ്റർ പ്രസവത്തിനൊക്കെ ശേഷം, അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാർഡിയോയും ഒക്കെ ചെയ്യണം എന്ന് മനസ്സിലായ ഒരു സംഭവമാണ്. അയ്യോ ചാടി ഇവരൊക്കെ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് നിന്നു. ഞാനായിരുന്നു തോന്നുന്നു അതിൽ പിന്നെയും കുറച്ച് പുറകോട്ട്. എൻ്റെ കാലൊന്ന് സ്ലിപ്പാവുകയും ചെയ്തു. പിന്നെ ഫുഡെല്ലാം കഴിച്ചു, അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചുറ്റുപാടും നല്ല അറ്റ്മോസ്ഫിയറാണ്. മാംഗോ ട്രീസാണ് ഫുള്ള്. മാംഗോ പ്ലക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആൾക്കാരത് പ്ലക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര എന്താ പറയുക, നമുക്ക് പറിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു. പിന്നെ ഈ ഒരു റൈഡ് നമ്മൾ ചെയ്തു കേട്ടോ. എനിക്ക് പക്ഷേ എൻ്റെ എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റിയില്ല. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതിന് 200 rupees നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണമായിരുന്നു. ഇതിങ്ങനെ സ്റ്റക്കാവും ഇടയ്ക്ക്. എന്നിട്ട് നമ്മൾ വീഡിയോ പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അയ്യോ എല്ലാം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് പോലെയാണ് തോന്നിയത്. പിന്നെ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്തു. അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല, നമുക്ക് മൊബൈൽ അവിടെ അലൗഡ് അല്ലായിരുന്നു.
പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബേർഡ്സിൻ്റെയാണ് കേട്ടോ. എല്ലാവരും ഈ ബേർഡിൻ്റെ പേര് പിന്റു എന്നാണ്. ഒരു പാവം 3 മാസം പ്രായമേ ഉള്ളൂ, പക്ഷെ കണ്ടാൽ പറയില്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ പൂളും എൻജോയ് ചെയ്തു. നമ്മൾ ഈവനിങ് 6 മണിയായപ്പോൾ ബായ് പറഞ്ഞു.